ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ബാബയുടെ കഥകൾ ദീപസ്തംഭം പോലെയാണ്. സമുദ്രത്തിൽ പലയിടങ്ങളിലും ദീപസ്തംഭങ്ങൾ പണിയിച്ചിട്ടുണ്ട്. ഇത് തോണിക്കാർക്ക് പാറക്കൂട്ടങ്ങളുള്ള സ്ഥലങ്ങൾ അറിയാനും അപകടങ്ങളില്ലാതെ തോണികളെ നിയന്ത്രിച്ച് കര കയറ്റുവാനും ഉപയോഗപ്രദമാകും. അവ അമൃതം പോലെ മധുരമുള്ളതും ലോകവഴി കടക്കാൻ മൃദുലമായതും എളിയതുമായി ഉപകരിക്കുന്നു. മുനിമാരുടെ കഥകൾ നമുക്കൊരു ആശീർവാദം തന്നെ. അവ കാതുകൾ വഴി ഹൃദയത്തിലെത്തുമ്പോൾ ബോധമില്ലായ്മ, അഹംഭാവം, ദ്വൈത്യഭാവം എന്നിവ മാഞ്ഞു പോകും. മുനിമാരുടെ കഥകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ സംശയങ്ങളില്ലാതാവും, ശരീരഭാവം മാറും, പിന്നീട് അറിവ് ധാരാളം ഉണ്ടാകുന്നു. ബാബയുടെ ശുദ്ധമായ കീർത്തികൾ, വിവരണങ്ങൾ എന്നിവ സ്നേഹത്തോടു കൂടി കേൾക്കുമ്പോൾ ഭക്തരുടെ പാപങ്ങൾ നശിക്കുന്നു. ആയതുകൊണ്ട് ബന്ധനത്തിൽ നിന്ന് വിട്ടുകിട്ടുവാൻ ഇത് സാധാരണമായിരിക്കുന്നു. കൃതായുഗത്തിൽ സാധന, നാമം, ധാമം, ത്രേതായുഗത്തിൽ ത്യജിക്കൽ, ദ്വാപരയുഗത്തിൽ പൂജിക്കൽ ഇവയായിരുന്നു ഉത്തമം. കലിയുഗത്തിൽ, അതായത് ഇക്കാലത്ത്, ഭജന ചെയ്യുന്നതും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നതും ഏറ്റവും അത്യുത്തമവുമാണ്. ഈ ഒടുവിലത്തെ സാധന എല്ലാവർക്കും കൈക്കൊള്ളാം. മറ്റു സാധനകൾ യോഗം, ത്യാഗം, ധ്യാനം, ധ്യാനധാരണ ഇവകൾ പരിശീലിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. എന്നാൽ ബാബയെക്കുറിച്ചുള്ള ഗീതങ്ങൾ പാടുന്നതും കഥകൾ കേൾക്കുന്നതും ഇന്ദ്രിയ വികാരങ്ങളും അവയോടുള്ള അടുപ്പവും ഭക്തന്മാരിൽ നിന്ന് അകറ്റുന്നു. ഇത് അവർക്ക് വികാരശൂന്യത ഉണ്ടാക്കുകയും ആത്മബോധം ഉണരുന്ന സ്വഭാവം വരുത്തുകയും ചെയ്യും. ഇതുദ്ദേശിച്ച് സായി ബാബയുടെ കഥകൾ സച്ചരിതം ഉണ്ടാകുവാൻ പ്രേരിപ്പിച്ചു. ഇപ്പോൾ ഭക്തന്മാർക്ക് ആ കഥകൾ എളുപ്പമായി കേൾക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ ബാബയെ പ്രാർത്ഥിക്കുകയും ഭഗവാൻ സായി ബാബയെയും ശ്രദ്ധയോടുകൂടി ഓർമ്മിക്കുകയും ചെയ്താൽ ആത്മബോധം കിട്ടുന്നതിന് എളുപ്പമായിരിക്കും. ഇത് കാരണമാക്കുവാനും സച്ചരിതം എഴുതുവാനും ഭഗവാൻ സായി ബാബയുടെ അനുഗ്രഹം മൂലം എന്നെ ഒരു എഴുത്തുകോലായി മാത്രം വെച്ചുകൊണ്ട് സാധിപ്പിച്ചു. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.